പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ മുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ UI/UX കോഴ്സ് ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു ജീവിതാനുഭവം, ഞാൻ ദൈവമായിട്ട് കണ്ടുമുട്ടിയ ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു സമയമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ആദ്യം ചെറുപ്പം മുതലേ എനിക്ക് ഈശോയുമായിട്ടുള്ളൊരു അടുത്തൊരു ബന്ധമില്ലെങ്കിലും ഞാൻ ഞായറാഴ്ച സാധാരണക്കാർ പോയിരുന്ന പോലെ ഒരു സൺഡേ ക്രിസ്ത്യൻ ആയിരുന്നു. അങ്ങനെ ഒരു പേരിലാണ് എനിക്ക് അറിയപ്പെടാനായിട്ട് ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പോയിരുന്നത്. 2019 ജൂൺ 14 എൻ്റെ അപ്പൻ മരിക്കുകയുണ്ടായി. അതിന് പിന്നാലെ എനിക്ക് വളരെയേറെ വിഷമം വന്ന്, എനിക്ക് എൻ്റെ അപ്പനില്ലാത്ത ഒരു സ്നേഹം അനുഭവം പെടാണ്ട് ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നൊരു സമയങ്ങളുണ്ട്. ആ ഒരു സമയത്തിൽ പിന്നീട് കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു ധ്യാനം കൂടുകയുണ്ടായി, ജീസസ് യൂത്തിലെ ഒരു ധ്യാനം. ആ ഒരു ധ്യാനത്തിന് ശേഷം ആ ഒരു ധ്യാനത്തിൽ ഒരു വചനത്തിലൂടെ കർത്താവ് എന്നെ വളരെ അടുത്ത് എന്നെ സംസാരിച്ച ഒരു അനുഭവം എനിക്കുണ്ടായി. യെശയ്യാ 43:4 പറയുന്ന പോലെ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും ഏറ്റവും വിലപ്പെട്ടവനുമാണ് എന്ന് പറഞ്ഞ ആ ഒരു വചനത്തെ ഞാൻ ഓർക്കുന്നു. ആ ഒരു സമയങ്ങളിൽ ആ ഒരു വചനം ആ ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ഒരു പിതാവായ ഒരു അപ്പൻ എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിൽ പിന്നാലെ എൻ്റെ അനുദിന ജീവിതത്തിലും ആ ഒരു സ്നേഹത്തെ പിടിച്ച് നടക്കുവാനും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവാനും, കുമ്പസാരത്തിൽ കൂടുവാനും, പിന്നെ മറ്റുള്ള ശുശ്രൂഷകളൊക്കെ ആയിട്ട് ഗാഗുൽത്തയിലും അവിടെ എമ്പാടും പള്ളിയിലും ഒക്കെ ശുശ്രൂഷയൊക്കെ ആയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു സ്നേഹം ഞാൻ ഈ സമയങ്ങളിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഈ ഒരു സമയങ്ങളിൽ ആ ഒരു സ്നേഹത്തിലേക്കാണ് എനിക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹമുള്ളത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു മാറ്റത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി, ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ദൈവം നിങ്ങളിൽ അനുഭവപ്പെടും. ഞാൻ നൈജീരിയയിൽ ആയിരുന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ. എൻ്റെ പപ്പയും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഞാനും കൂടി ജീവിച്ചിരുന്ന ഒരു ചെറിയൊരു വീടുണ്ട്. ആ ഒരു വീട്ടിലേക്ക് ഒരു രാത്രിയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചൻ ജോലിക്ക് വരുന്നത് വളരെ വൈകിയ നേരങ്ങളിലാണ്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ എൻ്റെ അപ്പച്ചൻ ഒരു 10 മണി സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ ആ ഒരു വണ്ടിയുടെ പിന്നാലെ, നമുക്കറിയാം നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലൊരു സ്ഥലമാണ്, അവിടെ കുറെ തീവ്രവാദികൾ അങ്ങനത്തെ ടീമുകളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തീവ്ര സംഘം എൻ്റെ പപ്പയുടെ വണ്ടിയുടെ പിന്നാലെ ഗേറ്റിൽ കയറി ഉള്ളിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. ഞാനൊന്നും അറിയുന്നില്ലെങ്കിലും കർത്താവ് ആ ഒരു സമയത്തിൽ നമ്മളെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ആ തീവ്രവാദികൾ വന്ന് എൻ്റെ എല്ലാം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അവർ കുറേ എൻ്റെ പപ്പേനെയും എൻ്റെ മമ്മീനെയൊക്കെ ഭീഷണിപ്പെടുത്തി കുറേ കാര്യങ്ങൾ എടുക്കുന്ന സമയത്തിൽ ഒരു വള ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കയ്യിൽ, ഒരു സ്വർണ്ണ വള. അത് കല്യാണത്തിൻ്റെ സമയത്ത് എങ്ങാനും കിട്ടിയതാണ്. ആ ഒരു വള കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തീവ്രവാദി, ഞാനും എൻ്റെ ചേട്ടനും ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തലയ്ക്ക് നേരെ തോക്ക് വെച്ചുകൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തി അന്ന് ഒരു സമയമുണ്ട്. അപ്പോൾ അന്ന് ആ വള കിട്ടാത്ത സമയത്ത് അവർ പറഞ്ഞു, നിന്റെ മോനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ ഒരു സമയത്ത് എന്തോ ഒരു ഭാഗ്യത്താൽ എൻ്റെ പപ്പയ്ക്ക് തോന്നിയൊരു ഐഡിയ ആണ് ആ ഒരു സമയത്ത് സോപ്പ് വെച്ചിട്ട് ഊരാന്ന്. എന്തോ ഒരു സമയത്ത് ദൈവം തക്കതായ സമയത്തിൽ ഇടപെട്ട് ആ ഒരു വള കയ്യിൽ കിട്ടിയതുകൊണ്ട് അന്ന് എൻ്റെ ജീവൻ പോയില്ല. ഞാൻ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇത് ഓർക്കുമ്പോഴാണ് കർത്താവിൻ്റെ ആ സ്നേഹം എത്രമാത്രം മനോഹരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ അന്നും ഇന്നും എന്നും എന്നെ കൂടെ ആയിരുന്ന, എന്നെ പരിപാലിച്ച ആ ഒരു സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. അന്ന് ഒരു പക്ഷേ ആ സ്വർണ്ണവള പുറത്തേക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യം കൊണ്ട് എന്നെ വെടി വെച്ചിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇവിടെ ആയിരിക്കുകയില്ല. ഈ ഒരു സ്നേഹം അറിയുവാനും നിങ്ങൾക്കും ഒരു ഭാഗമാവാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. യേശുവിനെ അറിയാനും യേശുവിനെ കൂടുതൽ ഉൾക്കൊള്ളാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ.